കാസർഗോഡ് കുമ്പളയിൽ കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കുറ്റവാളി ലാല കബീറും കൂട്ടാളികളും പിടിയിലായി. കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ലാല കബീർ. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. ബൈജു, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിൽ തന്നെയാണോ ലാല കബീറും കൂട്ടാളികളും പിടിയിലാകുന്നത്? അതെ നവമി, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കുമ്പള ടോൾ പ്ലാസയ്ക്ക് സമീപം ലാല കബീറും അതുപോലെ തന്നെ നൌഫൽ എന്ന് പറയുന്ന രണ്ട് അന്തർ സംസ്ഥാന കുറ്റവാളികൾ ഇത്തരത്തിൽ പിടികൂടുന്നത്. 30 കിലോ കഞ്ചാവാണ് ഇവരുടെ വാഹനത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് ടാൻസാഫും അതുപോലെ തന്നെ പോലീസും സംയുക്തമായി നടത്തിയ ഈ ഒരു പരിശോധനയിലാണ് ഈ സംഘം വലയിലാകുന്നത്. അതായത് നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലാല കബീറിനെതിരെ നിരവധി കേസുകൾ സംസ്ഥാനത്ത്, അതായത് കേരളത്തിന് പുറമെ കർണാടകത്തിലുമായി വിവിധ സ്ഥലങ്ങളിൽ നിരവധി കേസുകളുണ്ട്. മാത്രമല്ല, ഇയാൾ ഈ അടുത്താണ് മൈസൂരുവിലെ ഒരു കേസിൽ നിന്നും ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഇങ്ങനെ നിരന്തരം കുറ്റവാളിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കവർച്ച, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ലാല കബീർ. ഇയാൾ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. സാഹസികമായാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയിൽ നിന്നും ഈ സംഘത്തെ പിടികൂടുന്നത്. എന്നാൽ 30 കിലോ കഞ്ചാവ് ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഘം പ്രധാനമായും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇങ്ങനെ മയക്ക് മരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിക്കുന്ന ഒരു സംഘമാണ്. ഇവർക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഇവരിൽ നിന്നും കൃത്യമായി ചോദ്യം ചെയ്ത് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇവരുടെ ഏജന്റായി പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ കൃത്യമായി ഇതിന്റെ മുഖ്യ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ ഇവർ ആർക്കൊക്കെ ഇങ്ങനെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നു അവരെ ഇനി കണ്ടെത്താനുണ്ട്. അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. നമുക്കറിയാം, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ പ്രത്യേകിച്ച് MDMA ഉൾപ്പെടെ എത്തുന്നത് ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് കാസർഗോഡ് തലപ്പാടി അതിർത്തി കടന്നാണ് മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ എത്തുന്നത്. നേരത്തെയൊക്കെ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള കച്ചവടം നടത്തുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഈ ലഹരി വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ തോതിൽ കച്ചവടം നടത്തുന്ന സാഹചര്യമാണ്. കുട്ടികളെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഘം പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ വാഹനം, ഇവർ സഞ്ചരിച്ചിരുന്ന ഹോണ്ട സിറ്റി വാഹനം, അത് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ ഏറ്റവും പ്രധാനം ഇതിലെ കണ്ണികൾ, ഇനി ആർക്കൊക്കെയാണ് ഇവർ ഈ ഒരു ലഹരി വസ്തുക്കൾ കഞ്ചാവ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലാല കബീറിനപ്പുറം ഒപ്പം ഇയാളുടെ കൂട്ടാളിയായ നൌഫൽ. ഈ നൌഫലും നിരവധി കേസുകളിലെ പ്രതിയാണ്. പല കേസുകളിലും പിടിക്കപ്പെട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ആളുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈസൂരുവിൽ ഒരു കേസിൽ പിടിക്കപ്പെട്ട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയാണ് ഇപ്പോൾ ലാല കബീർ. അങ്ങനെ സ്ഥിരം കുറ്റവാളി, കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുള്ള ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. 30 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കൊക്കെ ഈ ഒരു ലഹരി വസ്തു കഞ്ചാവ് വിൽപ്പന നടത്തിക്കാൻ കൊണ്ടുപോകുന്നു എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഇയാളെ ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളിൽ നിന്നും കൂടുതൽ ഇതിന്റെ ശൃംഖല കണ്ടെത്താനുണ്ട് പോലീസിന്. അത് ഇയാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അത്തരം നടപടികൾ പോലീസ് കടക്കുക. എന്തായാലും വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇത്തരത്തിൽ കൃത്യമായി ഇതിന്റെ കച്ചവടം നടത്തുന്ന ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ആളുകളെ പിടികൂടണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയർന്നു വന്നിരുന്നത്. അങ്ങനെ ഒരു സംഘത്തെ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഇവർക്ക് കീഴിൽ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നു. പക്ഷെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവരുടെ ഈ കെണിയിൽ പെട്ടിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ നൽകാനാണ് ഇങ്ങനെ ഒരു വസ്തുക്കൾ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഇയാളെപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരൂ. ഇനി ഇതിൽ കേസിൽ കൂടുതൽ ആളുകളെ പിടികൂടാൻ അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കുമ്പള പോലീസാണ്. കുമ്പള ടോൾ പ്ലാസ, ആരിക്കാടിയിലുള്ള ഇപ്പോൾ അടച്ച് പൂട്ടിയ ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നാണ് പോലീസ് വരെ പിടികൂടിയത്. ഇവിടെ നിന്നും
ഈ ദേശീയപാതയുടെ ഒരു പ്രത്യേകത ഇവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. അവിടെ പോലീസ് കൃത്യമായി സാഹസികമായി ഈ ഒരു സംഘത്തെ പിടികൂടുകയായിരുന്നു. അവിടെ നിന്ന് തന്നെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇവരെ വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകും. അത് കാസർഗോഡ് മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഈ സംഘത്തിന് വേരുകളുണ്ട്. അവിടെയെല്ലാം ഈ ഒരു ലഹരി വസ്തു കഞ്ചാവ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മയക്കുമരുന്ന് ഉൾപ്പെടെ കടത്തുന്ന സംഘമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊട്ടേഷൻ, കവർച്ച, അങ്ങനെ പല കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ ഈ ലഹരി വസ്തുക്കൊപ്പം ഈ ഒരു വലിയ ഒരു ഈ അധോലോക ഒരു അത്തരത്തിൽ ഒരു ഉള്ള ആളെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും ഇയാളെ കൂടുതൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈജു, അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാൻ, അത് കാസർഗോഡ് ഏത് വിധേനയാണ്? പരിശോധനകളെല്ലാം ശക്തമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരന്തരം, അതായത് വർഷങ്ങളായി ഈ മേഖലയിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ആരാണ് ഇത് പ്രധാനമായും ഇങ്ങനെ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് ഇവരെത്തിക്കുന്നത്, അങ്ങനെയുള്ള സംഘങ്ങളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേക സ്ക്വാഡായി തിരിഞ്ഞിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. പല ഇടങ്ങളിലും ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ നോക്കിയാൽ അത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അല്ലെങ്കിൽ അത്തരം ആളുകളിലാണ് ഈ കൂടുതലായും ഈ ലഹരി വസ്തുക്കളെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ആളുകൾ ഇതിന്റെ കണ്ണികളായി വരുന്നു എന്നതാണ് ഓരോ കേസുകളും ഈ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇത്തരത്തിൽ പരിശോധന കർശനമാക്കുകയും ആളുകൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതാണ്. 30 കിലോ കഞ്ചാവാണ് ഈ ഒരു തവണ പിടികൂടിയത്. പ്രത്യേകിച്ച് ഈ കർണാടകയോട് അതിർത്തി കിടക്കുന്നതുകൊണ്ട് തന്നെ മംഗളൂരുവിലൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ബന്ധം കാസർഗോഡ് ജില്ലയിലുണ്ട്. ആ ഒരു ബന്ധം മുതലെടുത്താണ് ഈ ഒരു ലഹരി വസ്തുക്കൾ കച്ചവടം വ്യാപകമായി നടക്കുന്നതും പിന്നീട് അത് സംസ്ഥാനം മുഴുവൻ, അതായത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഇതിന്റെ മുഖ്യ കണ്ണി അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം. അങ്ങനെ പോലീസ് കൃത്യമായി ഇതിന്റെ പരിശോധന നടത്തുകയും വളരെ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വലിയൊരു പ്രതി തന്നെ ഇതിൽ പിടിയിലാകുന്ന സാഹചര്യം. ഏതായാലും കൂടുതൽ ആളുകൾ ഇയാളെ പിടികൂടിയതോടുകൂടി, ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ആളുകൾ ഈ കേസിൽ പ്രതിയാവുമെന്നാണ് പോലീസ് പറയുന്നത്. അത്തരം നടപടികളിലേക്ക് പോലീസ് നീങ്ങിക്കഴിഞ്ഞു. പോലീസിന് അത്തരം നിർണായകമായ വിവരം ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് ഇയാളെ പിടികൂടുന്നതും ഇയാളുടെ വാഹനം ഉൾപ്പെടെ കണ്ടെത്തുന്നതും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന കാര്യവും പുറത്തു വരുന്നതും. ഏതായാലും ഈ നൌഫലും നേരത്തെയും പല കേസുകളിലും പ്രതിയാണ്. ഇവരെ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ കേരളത്തിലെ വലിയ ലഹരി മാഫിയ സംഘങ്ങളെ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.